ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു കാര്യമില്ല. പുതിയൊരു മാൻഡിന് പഴയ മാൻഡിന് പോയിട്ട് ഒരു കണ്ട അങ്ങോട്ട് ഒരു ബാഗ് പോയാൽ നോക്കണം. അവിടെ കിടക്കുന്നത് പെട്ടെന്ന് വണ്ടി നീക്കിട്ടെ, അമ്മ നീക്കിട്ടോളെ ഇവിടെ വെക്കാം. അമ്മ വേണമെങ്കിൽ അവൻ വന്ന് നീക്കിടും. വണ്ടി എടുത്തോണ്ട് ഓടിടുന്നുണ്ട്. എടുത്തോണ്ടങ്ങോ ഇവിടുന്ന് എടുത്തോണ്ടങ്ങ് പോകും. എന്നെ കാണാത്തവൻ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് എടുത്തോണ്ടങ്ങ് പോവാൻ. പെട്ടെന്ന് അകത്തോട്ട് പോവാം. ഇന്ന് ഓടുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്താം. ഇവിടെ നമുക്ക് എന്തേലും വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവരാളാ. അപ്പോൾ ഫർണിച്ചറൊന്നും മേടിച്ചിട്ടുണ്ട്. നമുക്ക് പുതിയ വണ്ടിയൊക്കെ അതിനകത്ത് നമ്മൾ ഇഞ്ചയൊക്കെ കൊണ്ട് ഇതിനകത്തിടാം. ഇഞ്ചയും ഡ്യൂക്കൊക്കെ അതിനകത്ത് കൊണ്ടിടാം. ഫോർച്യൂണർ കൊണ്ടുവരണ്ട, ഡിഫൻഡർ ഇവിടെ കൊണ്ടുവരണം. പോ മണ്ടക്കിട്ട് പോ. വേണ്ട, ആദ്യമേ ഇവിടെ എൻ്റെ റൂമിൽ നിന്നാണ്. പാനി വിട്ടിട്ട് ഒരുത്തം വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താ ചെയ്യാനാ? നടന്നോട്ടെ, കാറ്റ് കയറുന്നുണ്ടാക്കോട്ടെ, അത് നല്ല കാര്യം തന്നെ. പെട്ടെന്ന് ഇനി അങ്ങോട്ട് പോവാൻ ഗൈസ്. പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടേക്കിട്ട് പോവാം. പോയിട്ട് നമുക്ക് ബീച്ചിൽ പോകണം. കുറച്ച് സ്റ്റണ്ടൊക്കെ കാണിക്കണം. കുറച്ച് സ്റ്റണ്ടൊക്കെ കാണിച്ച് ബീച്ചിലൊക്കെ പോയി ഒന്ന് കണ്ടോ വെട്ടം പോകുന്നുണ്ടോ അങ്ങോട്ട്. നമ്മുടെ ബാൽക്കണി ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് എങ്ങനെയാലും ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവരാം. നമ്മൾ ഗ്യാരേജൊക്കെ ഉണ്ട് താഴെ. നാളെ ഗൈസ് ഇനി അടുത്ത എങ്ങോട്ടാ? നമ്മള് ബാത്റൂം കാണിക്കാം. ബാത്റൂം കാണിച്ചു തരാം. കഥോടെ എത്തില്ലയോ? ശാത്തോട്ട് കയറിയിട്ട് വരാം. കണ്ടോ, ഇതാ നമ്മുടെ സാൻഡി മൊത്തം കാണാൻ പറ്റും. ഇവിടെ നിന്ന് സാൻഡി സിറ്റി മൊത്തം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D മാപ്പാണിത്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടല്ല, നമുക്ക് സ്റ്റണ്ട് ചെയ്തിട്ട് ബീച്ചിലോട്ടൊക്കെ പോവാം.
പോവാം. ഇറങ്ങി. ഇവിടെ താഴോട്ട് എടുത്തങ്ങ് ചാടാം. പെട്ടെന്ന് അവിടെ ചെല്ലുമല്ലോ, പേടിക്കണ്ടല്ലോ. പെട്ടെന്ന് താഴെ ചെന്നിട്ട് ഇനി പച്ച പുതിയ നീഞ്ച എടുത്തോണ്ട് പോവാം. പോ ഓട്. പെട്ടെന്ന് ഗായ്സ് നമുക്ക് ചാടണം. അങ്ങോട്ട് പോ. അവിടെ അല്ല, അങ്ങ് ആ എത്തത്തോ ഇനി ചാടിക്കോ. ശരിക്കോ കുറച്ച് ചോരയൊക്കെ പോയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് കുറച്ച് ചോരയില്ലേ പോയിട്ടുള്ളൂ. എന്തായാലും താഴെ എത്തിയില്ല. ഇതാണ് നമ്മളെ ഗ്യാരേജ് ഉണ്ടല്ലോ. ഇനി നമുക്ക് നിഞ്ച എവിടെ തപ്പിയിട്ട് വരാം. നിഞ്ച എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവെക്കും. കിട്ടി. കയറി. വിട്ടോ വണ്ടി എടുത്തോ. ഹെൽമെറ്റ് വെച്ചില്ല, അതാണ് ഫസ്റ്റിലത്തെ പ്രശ്നം. ഈ ഹെൽമെറ്റ് ഒക്കെ വണ്ടി ഓടിച്ചാൽ പെറ്റി അടിച്ചിട്ടു. കയ്യിൽ നിറയെ പൈസ ഉണ്ടായാലും എല്ലാം പെറ്റി അടിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. നല്ല കൊച്ചനായി ഹെൽമെറ്റ് വെച്ച് പഠിച്ച്. ഒരു KTM-RC ഇവിടെ നിർത്താം. എൻ്റെ അടുത്ത് നിർത്തിയേ. കൊള്ളല്ലേ, BS3 ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ ഗായ്സ്. സ്റ്റാർട്ടായി. ഇപ്പോൾ സ്റ്റാർട്ടായി. ഗിയർ മാറ്റട്ടെ. വിട്ടു. ഒന്ന് കറങ്ങാം. പോ. പോസ്റ്റ് അടിച്ച്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആളൊന്നും ഇല്ലയോ ഗായ്സ്? ഇതാണ് നോക്കട്ടെ. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരാളിനെ കണ്ടിട്ടോ. ഒരു ഡിഫൻഡറോ നമ്മളെ വീട്ടിൽ കിടക്കുന്നുണ്ടത്തെ. ഇപ്പോൾ ആ വണ്ടി രണ്ടിലും തട്ടിയാനെ. ഫ്രണ്ട് നോക്കി തിരിയുന്നില്ലല്ലോ വണ്ടി. പെട്ട് ഇല്ല. പെട്ട്. പോ. അയ്യോ, കയറി ഞാനിപ്പം. സ്റ്റോപ്പ് ചെയ്യാം. മതി. നമുക്ക് ബീച്ചിലോട്ട് പോവാം ഗൈസ്. വീഡിയോ ഇട്ടട്ടെ. പോക്കോ. ബീച്ചിൽ എത്തണം. നമുക്ക് ബീച്ചിൽ എത്താൻ സമയമായി. ഇവിടെ അടുത്തായോണ്ട് എത്തിയില്ലേ? എത്താറായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സിബാനി ഇടിച്ച് പറന്ന്. അതും ജസ്റ്റ് ആ ഫോർച്യൂണർ ഇടിക്കണ്ടായിരുന്നു. ബീച്ചെത്തി. തണ്ടി പട്ടിയില്ല. ഇവിടെ വെക്കണ്ട. വെയിലുണ്ടോ? വേണ്ട. ഓക്കെ, അങ്ങോട്ട് നീക്കി വെക്ക്. പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല സീറ്റ്, അമ്മാതിരി ചൂടാവളെ. പെട്ടെന്ന് ഹെൽമെറ്റ് ഊരി. നടക്ക് ഹെൽമെറ്റ് ഊരി. ഇനി നമുക്ക് ബീച്ചിൽ ചെന്ന് ഇറങ്ങാം. വെച്ചിരിക്കുന്ന പാലം പോലെ വെച്ചിരിക്കുന്നതിനകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ചാടിക്കയറാം, ചാടിക്കയറാം. ഇത് കൊള്ളാമല്ലോ, ഇവിടെ ആരുമില്ല. വേസ്റ്റ് ഇപ്പോൾ പറയുന്നുണ്ട്. ചില ബോളൊക്കെ ഉണ്ടാവും, നമുക്ക് ഇരുന്ന് കളിക്കാം. കൂട്ടിനാരെങ്കിലും കളിക്കാനുണ്ടായിരുന്നെങ്കിൽ. കയറുന്നില്ല. കയറി ചാടി. അങ്ങോട്ട് ഓട്. ബീച്ചിലോട്ട് ഇറങ്ങാം നമുക്ക് ഗൈസ്. എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങാം. ഓടിക്കോ. നീന്തി അക്കരെ പോകണം. അക്കരെ എത്തിയ ശുഭം.
അക്കരെ വേണ്ട തിരിച്ചിങ്ങ് പോയാൽ ഷാർക്കൊക്കെ കാണുന്നടിക്ക്. പോ. ഇവിടുന്ന് കയറിയിട്ട് അവിടെ കയറാൻ നോക്കാം. ഇവിടുന്ന് കയറാൻ പറ്റുമായിരിക്കും. എന്നിട്ട് അവിടുന്ന് ഓടി വന്നിട്ട് ചാടാ ഇങ്ങോട്ട് വരുന്നത്. വല്ലൊന്നും പോയിരുന്നാൽ മതി. നമ്മുടെ ഫ്രാങ്കിളിനെ ഓടിക്കയറുമോനെ. അയ്യോ ഊഷാ. ഫ്രാങ്കിളിൻ സ്ലോ മോഷൻ. കയറ് തിരിച്ചു വന്നിട്ട് ഒറ്റ ചാട്ടം. എന്തത്തിനുള്ള നീ ഇടിക്കാനൊക്കെ പോകുന്നത്? ആരും ഇല്ലാത്തടത്ത്. കാല് കെട്ടിയ കമ്പേര്. നല്ലപോലെ വേദന എടുത്ത്. ഇനി കുറച്ച് നേരം നീന്താം. വേദന എല്ലാം പോയി. സുഖം. പെട്ടെന്ന് ഇനിയും ഗൈസ് കര കയറാം. എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. പോ. അടുത്ത വീഡിയോ എപ്പോൾ പറയുന്ന വീഡിയോ അടുത്ത് നമുക്ക് ഡിഫൻഡർ എടുത്ത് വെള്ളത്തിലോട്ട് ഇറക്കാം. നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഡിഫൻഡർ വെള്ളത്തിൽ ഓടിക്കാൻ പറ്റുമോ? ഡിഫൻഡർ, നിഞ്ച, ലൂക്ക്, KTM ഇത്രയും വണ്ടി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും വെള്ളത്തിൽ ഓടിക്കാൻ. കയറി വൈകി കയറി പോട്ടെ. വീട്ടിൽ പോവാം. വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ഹെൽമെറ്റ് വെച്ചില്ല. ഫോർ സേഫ്റ്റി ഫോർ ഹെൽമെറ്റ് കയറ്റി വെക്ക്. ഹെൽമെറ്റ് എടുക്കട്ടെ. വണ്ടി എടുത്തോ. വണ്ടി പറപ്പിച്ച് വിട്ടോ. സ്പീഡ് പെട്ടെന്ന് ഇടിച്ചല്ല. പഴയ മനുഷ്യനിലോട്ട് പോയിട്ട് അവിടുന്ന് കയറി അകത്തോട്ട് കയറിയിട്ട് അങ്ങ് പോവാം. അത് കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കിയിട്ട് പോവാം. പോ. സ്പീഡിൽ പോവാണ് ഗായ്സ്. എങ്ങനെ സ്പീഡിൽ പോ. അയ്യോ വഴി തെറ്റി. അയ്യോ ബ്രേക്കടിച്ചോ. വീട്ടിലോട്ട് പോടാ. മുമ്പേ വന്നപ്പോൾ റോങ് സൈഡാണ് വരുന്നത്. എപ്പോൾ വന്നാലും റോങ് സൈഡ് കയറി വരത്തുള്ളൂ ഞാൻ. എനിക്ക് ഈ വരയും കൂടി ഒരു കുഴപ്പമില്ല. ഇറങ്ങ. അത്തോട്ടോ കണ്ടോ? നിഞ്ച ടെണ്ണറാണ്. കണ്ടല്ലോ എല്ലാവരും. ഒരു ഹെൽമെറ്റ് അവിടെ. ഓട്. നടന്ന് പതുക്കെ നടന്ന് അതുകൊണ്ട് ഇറങ്ങിപ്പോന്ന്. കയറാ തിരിച്ച്. കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. കഴിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇപ്പുറം സൈഡ് നോക്കാം. ഇവിടെ ഒന്നും ഇല്ല. അവിടെ പോയോണ്ട് എല്ലാം തീർത്തിട്ട് അവിടെ പോയി. ഇനി ഒന്നും മേടിച്ചൊന്നും ഇല്ല ഗൈസ്. മേടിക്കാനുണ്ട്. ഇനി ഓരോ സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകണം. കടയിലൊക്കെ പോകണം. ഇനി അവിടെ താഴെ കടയിലൊക്കെ പോകണം ഗൈസ്. ഇനി അത് മേടിക്കാൻ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇനി വെളിയിലോട്ട് പോവാം. അതേ പറ്റത്തുള്ളു. പോ വെളിയിലോട്ട്. എന്തിട് കേറ് നീ കയറ്. വണ്ടി എടുത്ത് വിടാം. തിരി വണ്ടി തിരി. നമുക്ക് എന്തേലുമൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് ആ ഫ്ലൈറ്റും വെള്ളത്തിൽ ഇറക്കാം. ഫ്ലൈറ്റ് അവളെ കൊണ്ടുപോകാം. നമുക്ക് സ്പീഡ് അവനെ ഒന്ന് കയറ്റാൻ പറ്റുമോ നോക്കാം. ചേട്ടാ ഒന്ന് കയറുന്നോ വണ്ടിയിൽ? ഇല്ല നീ വിട്ടോ മോനെ.
എന്നെ കിട്ടത്തില്ല. ഈ പണിക്ക് എന്നെ കൊല്ലം കൊണ്ടുപോകാമെന്ന് എനിക്കറിയാം. പീടിക്കൊണ്ടുപോകാനും അതുകൊണ്ട് നമ്മളങ്ങ് മര്യാദയ്ക്ക് വരുന്നോന്ന് ചോദിച്ചല്ലോ ലിഫ്റ്റ്. പക്ഷെ അങ്ങേരുടെ അഹങ്കാരം പോയി ചാട്ടം. എൻ്റെ അമ്മച്ചേ, അയ്യോ ഹൈറ്റ്, അയ്യോ തറയാണ് ചത്തി. ഇല്ല ഫ്രാങ്കിലിന് മുറുക്കം പിടിച്ചിരുന്നതാണ്. എടാ ഇത് നമ്മുടെ ലംബോർഗിനി അല്ലയോടാ ഈ പച്ച? അവിടെ നിന്നടാ. ഇതെല്ലാം നമുക്ക് കോളടിച്ചു. ലംബോർഗിനി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ. അവനെ ഇടിച്ചിട്ടിങ്ങി. നമ്മുടെ ആ ലംബോർഗിനി കാണുന്നില്ല. ആരും അടിച്ചോണ്ട് പോയി. ആ ലംബോർഗിനിക്ക് വരും ഈ ലംബോർഗിനി എടുക്കാം. പച്ചയാണെങ്കിൽ പച്ച കളറൊക്കെ മാറ്റാൻ നമുക്ക് കൊണ്ടുവരും. ഒരുത്തനും എടുക്കത്തില്ല ഈ വണ്ടി. തിരി പോ കേട്ടെന്നോ. വീട്ടിൽ കൊണ്ടിടാം ഗായ്സ്. പോ. ഇവിടെ വലിയൊരു ഡോറൊക്കെ ഉണ്ടാക്കണം വീട്ടിലോട്ട് കയറാൻ. പോ ഭാഗത്തോട്ടോ നിർത്തി വിടില്ല. എന്നിട്ട് നമുക്ക് അരേലും വണ്ടി ഏതെങ്കിലും ഒരുത്തം പോകുന്നെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഈ ലംബോർഗിനി എടുത്ത് ഏതെങ്കിലും ഒരുത്തനെ അടിച്ച് റോഡിൽ ഇട്ടിട്ട് ആ വണ്ടി എടുത്തുകൊണ്ടങ്ങ് വിടാം. നോക്കട്ടെ കുറച്ച് നേരം നമ്മളങ്ങനെ നിന്നപ്പോൾ ഒരുത്തൻ ഫോർച്യൂണറും കൊണ്ട് വരുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു. അവനപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ അവൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഡോറ് വന്നിട്ട് അവൻ്റെ തല അടിച്ചങ്ങ് പൊട്ടിച്ചു. നമ്മൾ എന്നിട്ട് ഫോർച്യൂണർ എടുത്തുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. പെട്ടെന്ന് നമുക്ക് നിഞ്ച കിടക്കുന്നിടത്തോട്ട് പോവാം. നിഞ്ച എടുത്തിട്ട് കുറച്ച് സ്റ്റണ്ടൊക്കെ ചെയ്യാം. അവിടെയൊക്കെ ചാടി നടക്കാം. അവന് ഇടിയാനെന്തോ അതുകൊണ്ട് ബോണറ്റൊക്കെ പറന്നുപോയി. അവനെ ഇടിച്ചിട്. അയ്യോ പോകുന്നില്ല. അവൻ ഏറിക്കയറി എടുക്കാം. ഇവൻ്റെ ആ വണ്ടിയെന്ന് എനിക്ക് ഒരു കയറ്റമാസിയും കൊണ്ട് വരും. ഇതൊന്നും കയറാൻ കണ്ടോ. ഫ്രാങ്കിലിന് ഈ വണ്ടിയൊന്നും പറ്റത്തില്ല. ഫ്രാങ്കിലിന് റിച്ചാകുന്നുണ്ട്. നല്ല വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഫ്രാങ്കിലിന് ഭയങ്കര സ്പീഡായതുകൊണ്ട് ഈ വണ്ടി ഹാൻഡിൽ പിടിച്ചിട്ടുണ്ട്. ചുമ്മാ അല്ല വണ്ടി എടുക്കാൻ പറ്റാന്ന്. ആ വണ്ടി എടി വണ്ടി ബുക്ക് 2 ഫോർച്യൂണർ എട്രാ കയറി ഇടി. പോ കുറച്ച് ജമ്പൊക്കെ അടിക്കാം. ഹെൽമെറ്റ് വെച്ചില്ല, ഒന്നും കുഴപ്പമില്ല. പിന്നെ എല്ലാം വെക്കാം. പോട്ടെ പെട്ടെന്ന്. എന്നിട്ട് അത് കൊള്ളാമല്ലോടാ ആ റാമ്പ്. അവിടെ കയറി നമുക്കൊന്ന് അങ്ങ് പോവാം. ബിൽഡിങ്ങിൻ്റെ ഉണ്ടയ്ക്ക് വിട്ട് അവിടെ നീ വണ്ടി കൊണ്ട് ചാടാം. കയറി ഓടാന്ന്. സ്പീഡ് പെട്രോൾ തീരാറായി തോന്നുന്നു. സ്പീഡില്ല. നമ്മൾ തെറ്റായിട്ടുള്ള റാമ്പിലേറിയത്. ഷെയർ ചെയ്യാത്തവരെല്ലാം ഷെയർ ചെയ്തോ. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. ഇനി സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കണ്ട.